എനിക്ക് ഇത് ഭയങ്കര സങ്കടം വരുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്. കുറേ ആഗ്രഹിച്ചു, ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്നൊരു സാക്ഷ്യം, അച്ഛൻ്റെ മുമ്പ് നിനക്കൊരു സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ അറിയട്ടെ. 75 ലക്ഷം കടവുമായിട്ടാണ് ഈ 75 ലക്ഷം കടമായിട്ട് എന്ത് ചെയ്യുമെന്നിട്ട് ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം കുറേ ആൾക്കാർ വന്നു, 50 ലക്ഷം എല്ലാം പറഞ്ഞു. എന്നിട്ടും അത് വീട് എടുക്കുന്നില്ല, എന്തോ തടസ്സങ്ങളായി. എനിക്ക് കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ജപ്തിൻ്റെ വക്കിലായിരുന്നു. കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിവാക്കി ഇതാക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നു, വൈഫാദ്യം ഉടമ്പടി എടുത്തു പോയി 3 മാസമാകുമ്പോൾ പുതുക്കാൻ വേണ്ടി വന്നേരം ഞാനും ഉടമ്പടി എടുത്ത് ഞാനും ഇവിടുന്ന് എനക്കും ഉടമ്പടി എടുക്കണം തോന്നി. ഇത് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം ജപമാല ഇതെല്ലാം ചെല്ലാൻ എനക്കും തോന്നി. ഞാൻ എല്ലാം പഠിച്ചു, കാണാപ്പാടം പഠിച്ചു. പിന്നെ കഴിഞ്ഞ കൊല്ലം ജപമാല റാലിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തായിരുന്നു. ജപമാല റാലിയിൽ 20 കിലോമീറ്ററോളം നടന്നു. 20 കിലോമീറ്റർ ഉണ്ടോ എന്നറിയില്ല. നടന്നു ഇതായി, ഞാൻ ഓപ്ഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ ഒന്നിച്ച് നടക്കുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ കൊന്തയും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നടന്നു എല്ലാവരും ഒന്നിച്ച് പോയത്. ആർത്തുങ്കൽ പള്ളിയിലെത്തിയ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതനായി, മൊത്തം തളർന്നു പോയി. പിന്നെ എനിക്കൊരു തണുത്തൊരു കാറ്റ് പോലെ വന്ന് മൊത്തം ശരീരം മൊത്തം തണുത്തു. അതൊക്കെ എനിക്ക് തോന്നിയ അഭിഷേകം കിട്ടി, എനിക്ക് ബന്ധത്തിനുള്ള അഭിഷേകം കിട്ടി. പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസമായി, യേശുവിനോടും മാതാവിനോടും ഭയങ്കര വിശ്വാസമായി. പിന്നെ എൻ്റെ മതങ്ങളിൽ എനിക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, കണ്ണൂർ തന്നെ, പയ്യാവൂർ. ആ കടകളിൽ വരുന്നവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര പത്രം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുമായിരുന്നു. ഒരു 2000 പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പത്രം കൊടുത്തത് പത്രം കൊടുക്കൽ മാത്രമല്ല, സുവിശേഷം പറഞ്ഞു, മാതാവിനെയും യേശുവിനെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ ഞാൻ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിരും ഇങ്ങോട്ട്. ഇപ്പോൾ ഇന്നും ഞാൻ അക്രൈസ്തവരെ 2 പേരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യം പറയാം. വീട് നമ്മളൊരു സുഹൃത്ത് തന്നെ ആ വീട് എടുത്തു. 50 ലക്ഷം പറഞ്ഞ വീട് 60 ലക്ഷത്തിന് തന്നെ അവനെടുത്തു. നമ്മളെ കടങ്ങൾ 75 ലക്ഷമായിരുന്നു, 60 ലക്ഷവും കടം തീർന്നു. ഇനി 15 ലക്ഷമേ ഉള്ളൂ. ഇതെല്ലാം ഉടമ്പടിയിലെല്ലാം എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി.